ഈ കുഞ്ഞിൻ്റെ റിലേറ്റീവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമ്മാവൻ ഷെരീഫാണ്. ശ്രീ ഷെരീഫ്, ഇവിടെ പോലീസിന് പരാതി നൽകി, വിവിധയിടങ്ങളിലായിട്ട് പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടിയിലേക്ക്, ഇപ്പം എക്സാമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പോലീസ് അതിലൊരു അലംഭാവം കാണിക്കുന്നുണ്ട്. കേസിൽ എന്ന് പരാതിയുണ്ടോ? ഇല്ല, പോലീസ് നമുക്ക് ഇതുവരെ വളരെ സപ്പോർട്ടീവായിട്ടാണ് പോലീസ് ആക്ട് ചെയ്തിട്ടുള്ളത്. അതിലെന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പോലീസ് നോക്കുന്നതും. ഓക്കെ, ഈ നൽകിയിരിക്കുന്ന, അതായത് ഈ മരണശേഷം പരാതി നൽകിയിരിക്കുന്നതിൽ റാഗിംഗ് ആണ് ഇതിൽ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിനപ്പുറത്തേക്ക് അങ്ങനെയൊരു ആത്മഹത്യ ചെയ്യാൻ തക്കതായിട്ട് അന്ന് എന്ത് സംഭവിച്ചു എന്നതിലൊക്കെ എന്തെങ്കിലും ഒരു വിശദീകരണം സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഈ ഇൻസിഡന്റ് ഉണ്ടായതും നമുക്ക് കിട്ടിയ ഈ ചാറ്റ്സും സ്ക്രീൻഷോട്ട്സും എല്ലാം നമ്മൾ സ്കൂളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ Jan 23 നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളായിട്ട്. അപ്പോൾ ഇത് അന്വേഷിക്കണം, ഇതിന്റെ മേലെ ഒരു റിപ്പോർട്ട് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനാകെ റെസ്പോണ്ട് അവർ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ അവർ പോലീസിന് കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു പരാതി, മിഹിറിന്റെ തന്നെ മദർ നൽകിയിരിക്കുന്ന ഒരു പരാതിയാണ്. അത് ജെംസ് മോഡേൺ അക്കാദമി കൊച്ചിയിലാണ്. അപ്പം നേരത്തെയും മിഹിർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്നാണ്. അത് മെഹീർ ആദ്യം പഠിച്ചിരുന്നത് ജെംസിലാണ്. അവിടെ അവന് വളരെ ഹാപ്പി ആയിരുന്നു. അവന്റെ എല്ലാ ക്ലോസ് ഫ്രണ്ട്സും അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പം അവിടെ ഒരു ഇഷ്യൂ, അവിടെ ഒരു മിസ്കണ്ടക്ട് ഉണ്ടായതിന് പേരിൽ അവനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 7 days. ആ 7 days സസ്പെൻഷൻ അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ അയാൾ ഒരു തീരുമാനത്തിന് മുകളിൽ എക്സ്റ്റെൻഡ് ചെയ്തു. ആ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു 2 weeksoളം അവനൊരു ഐസൊലേറ്റഡ് റൂമിൽ ഒറ്റയ്ക്ക് ഇരുത്തി. ആ ഐസൊലേറ്റഡ് റൂമിലാണ് അവൻ എക്സാം എഴുതിയതും. ഒരു ഫുൾ ഡേ അവനൊരു ഐസൊലേറ്റഡ് റൂമിൽ. അത് അവനെ മെന്റലി വല്ലാതെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എഫക്ട് ചെയ്ത് നമ്മൾ അവനോട് സംസാരിച്ചിട്ടാണ് അവിടുന്ന് അവനെ, അതെ, അതിനുശേഷമാണ് ഗ്ലോബലിലേക്ക് മാറ്റുന്നത്. അങ്ങനെയാണ് അവനെ അവിടുന്ന് സ്കൂൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അതെ അതെ അതെ. ഓക്കെ, ഇപ്പൊ എത്ര വർഷമായി ഗ്ലോബലിൽ? എത്ര വർഷമായി? ഗ്ലോബലിൽ 3 മാസം. 3 മാസം. അപ്പൊ ഇത് തുടക്കത്തിലെ വന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? എപ്പോഴെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ എന്ത് നടക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വീട്ടിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല, ഈ ഒരു ഇൻസിഡന്റ് നമ്മൾ അറിയുന്നത് തന്നെ മിഹിറിന്റെ മരണശേഷമാണ്. അതായത് അവൻ മരിച്ചതിന് ശേഷം അവന്റെ പേരിലുണ്ടായ ഒരു ഇൻസ്റ്റാഗ്രാം പേജ്, അതായത് ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറഞ്ഞ ഒരു പേജും അതിലുണ്ടായിരുന്ന ചാറ്റ്സും ആ സ്കൂളിലുള്ള ചില സ്റ്റുഡൻസിന്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള കമ്മ്യൂണിക്കേഷൻസും പിന്നെ അവന്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് അവൻ ഇത് ഷെയർ ചെയ്തതൊക്കെ നമ്മൾ പിന്നീടാണ്, ഈ മരണശേഷമാണ് നമ്മൾ അറിയുന്നത്. ഈ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരെന്താണ് പറയുന്നത്? അതായത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയധികം, അതും സഹപാഠികൾ തന്നെ മോശമായി പെരുമാറിയതെന്നാണ് ഫ്രണ്ട്സ് പറഞ്ഞത്? ആ സ്കൂളിലുള്ള വേറെ സ്റ്റുഡൻസ് ആണെന്നുള്ളതാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്, എന്താ സംഭവിച്ചത് എന്നുള്ളത്. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയത് ചാറ്റിലും അവന്റെ ക്ലോസ് ഫ്രണ്ട്സിൽ ത്രൂവും. അതെന്താ ആരാണെന്നുള്ളത് സ്കൂളാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്, ആരാണ്, ഏത് സ്റ്റുഡൻസ് ആണ്. ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ, ഒപ്പം ഈ ചാറ്റ്സ്, ഈ തെളിവുകളെല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ടല്ലോ. അപ്പം ഇവരിതിൽ പറയുന്ന ഒരു പ്രശ്നം എക്സാം ടൈം എന്നുള്ളതാണ്. പക്ഷേ അത് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണോ? എങ്ങനെയാണ് ഇനി മുന്നോട്ട് നിയമപരമായിട്ടുള്ള ഫാമിലി എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യുന്നതാണ്? അതായത് നമ്മൾ കംപ്ലയിൻസ് ഓൾറെഡി നമ്മൾ DGPക്കും CMOയിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും. അപ്പോൾ അവരവരെ പോസിബിൾ ആയിട്ടുള്ള വഴികളിലൂടെ നീങ്ങുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ജസ്റ്റിസ് കിട്ടും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്കൂളിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ മുഴുവനായിട്ട് തെറ്റ്, ഇല്ലെങ്കിൽ അങ്ങനെ സ്കൂൾ പറയുന്ന ഭാഗമല്ല എന്നുള്ളത് തന്നെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അല്ലേ?
അതെ, നമുക്ക് കിട്ടിയ പ്രൂഫും നമുക്ക് കിട്ടിയ സ്ക്രീൻഷോട്ട്സും അത് മാത്രമല്ല അവിടെ ഇതിനു മുമ്പും ഇങ്ങനെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഈ ഇൻസിഡന്റ് ഇതെന്താ സംഭവിച്ചെന്നുള്ളത്, റിയലി എന്താ സംഭവിച്ചെന്നുള്ളത് ഈ ഇൻവെസ്റ്റിഗേഷനിൽ പുറത്തു വരണം. ഒഫീഷ്യലി സ്കൂളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ? അവര് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടോ? ഇല്ല, ആകെ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാ റിപ്പോർട്ടും വെച്ചിട്ട് അവർക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെയിലിനാകെ ഒരു റിപ്ലൈ വന്നിട്ടുള്ളൂ. അത് പോലീസിന് ഡീറ്റെയിൽസ് കൈമാറിയിട്ടുണ്ട് എന്ന് മാത്രം.